ക്ലാസ്സിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നവർ 7ാം ക്ലാസ്സിലെ നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ കേൾക്കുന്നവർ മക്കൾ എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് ക്ലാസ് കേൾക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നല്ല ഉഷാറായിട്ട് വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ഒരു റിവിഷനും മോഡൽ ചോദ്യ പേപ്പറാണ് ഉദ്ദേശിക്കുന്നത്. അത് വിശകലനം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായ വിഷയങ്ങൾ പറയും. ഉത്തരം എഴുതേണ്ട രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പല ചോദ്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ ക്ലാസ് കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും വരാത്തൊരു വിഷയമാണ് ലിസാൻ. സംഗതി എന്താണെന്ന് തിരിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തിരിയുന്ന ഒരു സംഗതിയാണ്. എന്നാൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും തിരിയില്ല. അപ്പോൾ അത് എന്താ സംഗതി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒന്ന്, സാധാരണ ബ്രാക്കറ്റിൽ നിന്ന് ബോക്സിൽ നിന്നൊക്കെ എടുത്ത ഇതാണ് ഉണ്ടാവുക. ഇതിൽ ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅൽ. ഇസ്മുൻ ഒരു ഇസ്മാണ്, അപ്പോൾ തന്നെ മനസ്സിലായി ഒരു പേരാണ് സംഗതി അല്ലേ. മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു, പ്രവൃത്തി സംഭവിച്ചവന്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മ. അതിന് റഫ്അ ആയിരിക്കും, ലൊമ്മായിരിക്കും. പ്രവൃത്തി സംഭവിച്ച ആൾക്ക് എന്താ പറയാ, പ്രവർത്തിച്ചവൻ അല്ലേ. അതിന് പറയുന്ന പേരാണ് ഫായിൽ. അൽ ഫായിലു എന്ന് കണ്ടില്ലേ, അൽ ഫായിൽ പ്രവൃത്തി ചെയ്തവൻക്ക് പറയുന്ന പേരെന്താണ്, ഫായിൽ. പ്രവർത്തിക്കപ്പെട്ടവൻ, പ്രവൃത്തി ചെയ്ത് അല്ലേ. നമ്മളിപ്പോൾ ഒരാളെ അടിച്ചാൽ, ഇപ്പം ഞാനാണ് അടിച്ചവൻ, ഫായിൽ ഞാനാണ്. അടി കൊണ്ടവൻ ആരാ, അവരാണ് മഫ്ഊൽ അല്ലേ. ഫായിലും മഫ്ഊലും എന്ന് പറയും. അപ്പോൾ അതുപോലെ പ്രവൃത്തി ചെയ്ത ആൾ, ചായ കുടിച്ചു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ചായ കുടിച്ചു. ഇപ്പം ഞാൻ ഫായിൽ ആരാ, ഞാനാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ചായ കുടിച്ചു, ആരാ ഫായിൽ, ആരാ മുഹമ്മദാണ്. മനസ്സിലായില്ലേ. ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയായ ജുംലയാണ്. ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും അല്ലേ. എന്താണ് ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ, ഇസ്മ കൊണ്ട് ഒരു സെന്റൻസ്, ഒരു വാക്ക് തുടങ്ങുന്നത് ഒരു പേര് കൊണ്ടാണ്. പേര് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് മാത്രമല്ല, ഒരു സംഗതിൻ്റെ പേര്, ആകാശം, ഭൂമി, സമയത്തിൻ്റെ പേര് അല്ലേ. ഇങ്ങനെ തുടങ്ങിയതായ ഒരു സംഗതി ഒരു പേര് കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ. അൽ ഖലമു ഒരു ഇസ്മാണ്. അപ്പോൾ പേര് കൊണ്ട് തുടങ്ങുന്നതിനാണ് ഇസ്മിയ എന്ന് പറയാം. ഫിഅൽ കൊണ്ട് തുടങ്ങിയാണ് ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയും. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയയുടെ തുടക്കത്തിൽ ലൊമ്മ് വരും അല്ലേ. ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തുൽ ഇസ്മിയ. അപ്പോൾ തുടക്കത്തിൽ ഒരു ഇസ്മാണ് ജുംലത്തുൽ ഇസ്മിയന്റെ തുടക്കത്തിൽ വരുന്ന ഒരു ഒരു ഇസ്മ, ഒരു പേര്. ആ പേരെന്താ, അതിനെന്താ പറയാ, മുബ്തദഉ എന്ന് പറയാം. അൽ മുബ്തദഉ അല്ലേ. മുബ്തദ എപ്പോഴും ഇസ്മായിരിക്കും. മുബ്തദ ഖബർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുബ്തദയും ഖബറും, ആദ്യം മുബ്തദരും പിന്നെ സാധാരണ എന്ത് ചെയ്യും, ആദ്യം മുബ്തദരും പിന്നെ ഖബർ വരിക, സാധാരണഗതിയിൽ അങ്ങനെ വരിക. അപ്പോൾ മുബ്തദ എന്നുള്ളത് എന്താണ്, ഇസ്മാണ്, ഒരു പേരാണ് അല്ലേ. അപ്പോൾ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ, ജുംലത്തുൽ ഇസ്മിയയുടെ തുടക്കത്തിൽ വരുന്ന ലൊമ്മാക്കപ്പെട്ട ഒരു പേരിന് മുബ്തദ എന്ന് പറയാം. സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് നിൽക്കുന്നവനാണ് അല്ലേ. മുഹമ്മദുൻ ദാരിസുൻ, മുഹമ്മദ് ആരാണ്, ദാരിസാണ്, വിദ്യാർത്ഥിയാണ്. അപ്പോൾ മുഹമ്മദുൻ എന്നുള്ളതാണ് തുടക്കം. ആ തുടക്കത്തിന് എപ്പോഴും ലൊമ്മായിരിക്കും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. തുടക്കം വരുന്നതിന് ലൊമ്മായിരിക്കും, ശേഷമുള്ള ഖബറിനും ലൊമ്മായിരിക്കും. ഇനി രണ്ടാമത്തെ, കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസിൻ, പ്രത്യേക സമയത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു വാചകം. പ്രത്യേക സമയത്തിൻ്റെ മേൽ പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അല്ലെ, ഒരു പ്രത്യേക സമയത്ത് പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു വാക്ക്. ആ വാക്ക് എന്താ, ചെയ്തു അല്ലേ, കുടിച്ചു, അല്ലെങ്കിൽ കുടിക്കുന്നു, അല്ലെങ്കിൽ കുടിക്കും, അല്ലെങ്കിൽ കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുടിക്കുന്നില്ല, കുടിക്കുകയില്ല. ഇങ്ങനെ തുടങ്ങിയ ഫിഅലുകൾ, ഒരു പ്രവൃത്തി ഏതെങ്കിലും ഒരു സമയത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്, ഫിഅൽ എന്ന് പറയാം. എന്താണ് അതിൻ്റെ പേര്, ഫിഅൽ എന്ന് പറയും. ഒരു പ്രവൃത്തി എന്നെന്താ, പ്രവൃത്തി എന്ന് പറഞ്ഞ സംഗതി എന്താ, സമയത്തോട് ബന്ധമുണ്ടെങ്കിൽ അതിന് പ്രവൃത്തി എന്ന് പറയാം, ഫിഅൽ എന്ന് പറയും. ഇനി ഹുവൽ ഫിഅലു, ഹുവ അത് ഫിഅലാണ് അല്ലേ. ഹുവ അൽ ഫിഅൽ അത് ഫിഅലാണ്. അല്ലദീ യുസ്നദു ഇലാ ഫാഇലി, ഫായിലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഫിഅൽ, ഫായിലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ഫീൽ. അതിനെന്താ പറയുക, അൽ ഫിഅലുൽ മഅറൂഫു. മഅറൂഫായ ഫീലിന് എപ്പോഴും എന്തായിരിക്കും, അത് ഫായിലേക്ക്. ഇപ്പോൾ കതബ എന്ന ഫീൽ എപ്പോഴും എന്തായിരിക്കും, മഅറൂഫായ ഫീലാണ്. അതെന്ത് ചെയ്യും, എപ്പോഴും ഫായിലേക്ക് ചേർക്കപ്പെടും. കതബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി അല്ലേ. അപ്പോൾ മുഹമ്മദിലേക്ക് ഫായിലേക്ക് ചേർക്കുന്ന ഒരു സംഗതി
ഇനി രണ്ടാമത്തെ ആ ഒരു ചോദ്യം നോക്കി, നംലഉൽ ഫറാഗ ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാനുള്ളതാണ്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഫിയലിന്റെ രൂപമൊക്കെ നമുക്ക് പഠിച്ചാണല്ലോ. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅൽന. ഫഅല ഫഅല ഫഅലു എന്നുള്ള എന്താണ്? ഫഅല ഒരാൾ ചെയ്തു, ഫഅല രണ്ടാൾ ചെയ്തു, രണ്ടാണുങ്ങൾ, ഫഅലു കുറെ ആണുങ്ങൾ, രണ്ടിൽ കൂടുതൽ ആണുങ്ങൾ. ഫഅലത്ത് അല്ലേ, അവൾ ചെയ്തു. ഫഅലത്ത അവർ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽന അവർ കുറെ സ്ത്രീകൾ ചെയ്തു. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅൽന. ഇനി കതബ കതബ കതബു, കതബത്ത് കതബത കതബന. ഇങ്ങനെ നോക്കി. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കി, ലബിസത്ത്. ഞാൻ ആദ്യം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ആ സംഗതി തിരിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പെട്ടെന്ന് ഇത് മനസ്സിലാക്കാം. ലബിസത്ത്, ലബിസ, ലബിസ, ലബിസു, ലബിസത്ത്. അവ മനസ്സിലായി, പെണ്ണാന്ന് മനസ്സിലായി. ലബിസത്ത് അവൾ ധരിച്ചു ഡാഷ് അൽ മലാബിസ വസ്ത്രങ്ങൾ. അപ്പൊ ഇനിവിടെ അവൾ എന്നുള്ളത് സ്വാലിഹുൻ സ്വാലിഹത്തുൻ, ഏതാ വേഗം തിരിഞ്ഞു. ലബിസത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് മനസ്സിലായി? സ്വാലിഹാണോ സ്വാലിഹത്താണോ? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? സ്വാലിഹത്ത് അല്ലേ. ലബിസത്ത് സ്വാലിഹത്തുൻ അൽ മലാബിസ. ലബിസത്ത് അല്ലേ, ലബിസത്ത് ലബിസത്ത് സ്വാലിഹത്തുൻ അൽ മലാബിസ. അപ്പൊ എന്തിങ്ങനെ വരിക? ലബിസത്ത് സ്വാലിഹത്തു അൽ മലാബിസ. സ്വാലിഹ എന്ത് ചെയ്തു? മലാബിസ വസ്ത്രങ്ങൾ ധരിച്ചു. ഇനി ഖറ അൽ അബു. അബു ആരാ? ഉപ്പ. ഖറ എന്താ? ഓതി അല്ലെങ്കിൽ വായിച്ചു അല്ലേ. ഇവിടെ നിന്നാണ് ഡാഷ് അൽ ഖുർആന, അൽ ഖുർആനു. നേരത്തെ പറഞ്ഞു ഫായിലിന് എപ്പോഴും ലൊമ്മായിരിക്കും. ഫായിലിന് ഇവിടെ ആരാ വായിച്ചത്, ആരാ ഓതിയത്, ആരാ? ഉപ്പയാണ്. ഖറ അൽ അബു, ലൊമ്മ് വന്നു. ഇനി എന്താണോ വായിക്കപ്പെട്ടത് അത് മഫ്ഊലായിരിക്കും. മഫ്ഊലിന് എപ്പോഴും എന്തായിരിക്കും ഇഅ്റാബ്? അതിന് എപ്പോഴും ഫത്ഹാണ്, കസറാണ്, ലമ്മാണ് വരിക? ഫത്ഹാണ് വരിക അല്ലേ. അത് മനസ്സിലാക്കുക. ഫായിലിന് ലൊമ്മും ശേഷമുള്ള മഫ്ഊലിന് നെസ്ബും പിന്നെ ഫത്ഹുമായിരിക്കും വരിക. അപ്പൊ ഇവിടെ വരാം അൽ ഖുർആന, ഖുർആനു എന്ന് വരാം. മഫ്ഊലിന് ഫത്ഹായിരിക്കും ഖുർആന. ഡാഷ് അൽ മലിക്കു യൂസുഫ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രാജാവ്, മലിക്കാണ് രാജാവ്, ജയിലിൽ അടച്ചു. ഇവിടെ മലിക്കുന്ന് പേര് പറഞ്ഞു, ആളെ പേര് പറഞ്ഞു അല്ലേ. ആളെ പറഞ്ഞു. ആളെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല, പിന്നെ മജ്ഹൂലാകൂല. സുജിന എന്നുള്ളത് എന്താണ്? മജ്ഹൂലാണ്. സജന മഅറൂഫാണ്. മഅറൂഫും മജ്ഹൂൽ എന്താ വ്യത്യാസം? മഅറൂഫും മജ്ഹൂൽ എന്താ വ്യത്യാസം? മഅറൂഫ് എന്ന് പറഞ്ഞാൽ ചെയ്ത ആളെ അറിയും, പ്രവൃത്തി ചെയ്ത ആളെ നമുക്ക് അറിയുമെങ്കിൽ മഅറൂഫാണ്, അറിയില്ല എങ്കിൽ മജ്ഹൂലാണ്. ഇവിടെ ആരാ ചെയ്തത്? മലിക്കുന്ന് രാജാവാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പം എന്ത് ചെയ്ത്? ഇനി സംശയം വേണ്ട. സജനൽ മലിക്കു, സജനൽ മലിക്കു യൂസുഫ അലൈഹിസ്സലാം. അസ്സാഹിലു കടൽ തീരം. സാഹിലു നദീഫുൻ നദീഫത്തുൻ. നേരത്തെ പറഞ്ഞു സാഹിലു എന്നുള്ള എന്താണ്? ആണാണ്. ആണാണെങ്കിൽ പിന്നെ പെണ്ണ, പിന്നെ അതേപോലത്തെ ആണ് തന്നെ ആയിരിക്കും വരിക. നദീഫുൻ വൃത്തിയുള്ളതാണ്. നദീഫത്തുൻ വരില്ല. ലാല 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 നമ്മളെ ഓർമ്മയിലുണ്ടാകും. ഇന്നയുടെ ചങ്ങാതിമാരിൽപ്പെട്ടതാണ് എന്ത്? ലാല. ലാല എപ്പോഴും ശേഷമുള്ള ഇസ്മിന് എന്തായിരിക്കും? പിന്നെ ഫത്ത് ആയിരിക്കും, നെസ്ബായിരിക്കും ചെയ്യാം. അപ്പൊ ലഅല്ലൽ മരീള നായിമുൻ, രോഗി ഉറങ്ങിയേക്കാം. ലാല അല്ലെങ്കിൽ ലാൽ അന്ന അല്ലെങ്കിൽ ഇന്ന അന്ന ഇതൊക്കെ ഒന്നെന്ത് ചെയ്യും? ശേഷമുള്ള നേരെ തൊട്ട് ശേഷമുള്ളതിന് ഫത്തുഹും അതിന് ശേഷമുള്ളത് ഖബറിനക്ക് ലൊമ്മുമായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ലബിസത്ത് സ്വാലിഹത്തുൻ അൽ മലാബിസ, ഖറ അൽ അബു അൽ ഖുർആന, സജനൽ മലിക്കു യൂസുഫ, അസ്സാഹിലു നദീഫുൻ, ലഅല്ലൽ മരീള നായിമുൻ. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത് നുമയ്യിസുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊല. ഫിഅലും ഫായിലും മഫ്ഊലും. നേരത്തെ പറഞ്ഞു ഫിഅലും ഫായിലും മഫ്ഊലും. ഇവിടെ ആദ്യത്തെ കോളത്തിൽ മഫ്ഊല തന്നിട്ടുള്ളത്. അപ്പം ഇനി നേരെ തിരിച്ച് എഴുതരുത്. സാധാരണ വരാറുള്ളത് ആദ്യം ഉദാഹരണത്തിന് സറഅ മുഹമ്മദുൻ അൽ ബഖല. സറഅ കൃഷി ചെയ്തു. മുഹമ്മദുൻ മുഹമ്മദ് കൃഷി ചെയ്തു. അപ്പോൾ എന്താ പ്രവൃത്തി? എന്താണ്? ഫിഅൽ എന്താണ്? സറഅ എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെ ഫിഅലും ഫായില് മഫ്ഊല ഇങ്ങനെ ഓർഡറിലാണ് വരിക. പക്ഷെ അവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് മഫ്ഊല് ഫായില് ഫിഅല്. ഞാൻ തിരിച്ചു കൊടുത്ത് ഫായില് മഫ്ഊല് ഫിഅല്.
അല്ലെങ്കിൽ ഫിഅല് ഫായില് മഫ്ഊല് അല്ലെങ്കിൽ ഫിഅല് മഫ്ഊല് ഫായില് എങ്ങനെ കൊടുത്താലും തുടക്കം ആ പ്രവൃത്തി അതിന് പറയുന്ന പേര് ഫിഅലാണ്. ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ഫായില് എന്ന് പറയും. എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തിക്ക് മഫ്ഊല് എന്ന് പറയും. ഇവിടെ സറഅ എന്ന ഫിഅലാണ്, കൃഷി ചെയ്തു. എന്താണ് ചെയ്യുന്നത്, എന്താ പ്രവൃത്തി ചെയ്യുക, സറഅ എന്നുള്ളതാണ്. ഫായില് ആരാ, മുഹമ്മദ്. ആരാ കൃഷി ചെയ്യുന്നത്, മുഹമ്മദാണ്. എന്താണ് അൽ ബഖല, ചീരകൃഷി അല്ലേ, ചീര ചെയ്തു, മുഹമ്മദ് കൃഷി ചെയ്തു. ഇപ്പോൾ ഇത് ഈ ഒരു പദത്തിൽ നിന്ന് മനസ്സിലായി സറഅ ഡാഷ്. ഇനിയിപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വന്നു, സറഅ ഡാഷ് അൽ ബഖല, അവിടെ എന്ത് ചെയ്യുക, സറഅ ഡാഷ് അൽ ബഖല, ചീര കൃഷി ചെയ്തു. ആര്, ഒരാളെ കൊടുക്കണമല്ലോ. അതിന് ആരെ പേരും ഒക്കെ നമ്മളെ പേരോ വേറെ ഏതെങ്കിലോ മുഹമ്മദോ റാസിഖോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, റഊഫോ എന്തെങ്കിലും ഒരു പേര് അവിടെ വെച്ചു കൊടുക്കുക. ഇനി ഖറഅത്തിൽ ജദ്ദത്തു അൽ ജരീദത, ഖറഅ ഖറഅ ഖറഉ ഖറഅത് അൽ ജദ്ദത്തു. ജദ്ദത്തു പറഞ്ഞ ഉമ്മാമ അല്ലേ, ഉമ്മാമ ആണോ പെണ്ണ നമുക്കറിയാലോ അല്ലേ. അപ്പൊ പിന്നെ ഖറഅ പറ്റുമോ, ഖറഅ അൽ ജദ്ദത്തു എന്ന് പറ്റൂല, ഉമ്മാമ പെണ്ണായതുകൊണ്ട് ഖറഅത്, ഖറഅത്തിൽ ജദ്ദത്തു. അത് കൂട്ടി എഴുതുമ്പോൾ ഖറഅതി എന്ന് വരുന്നതാണ്, ഖറഅത് എന്നാണുള്ളത്. ഖറഅത്തിൽ ജദ്ദത്തു അൽ ജദീദത അൽ ജരീദത. അപ്പോൾ ഇവിടെ ഉമ്മ വായിച്ചു. നേരത്തെ പറഞ്ഞു ഖറഅന്റെ അർത്ഥം പറഞ്ഞു, ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു അല്ലെങ്കിൽ ഓതി എന്നൊക്കെ വരും. ഇവിടെ എന്താണ്, ജരീദത്ത പത്രം, ന്യൂസ് പേപ്പർ. ഉമ്മാമ വായിച്ചു. അപ്പോൾ ഇവിടെ ഏതാ ഫിയൽ, ഏതാ, ഖറഅത്. വിഷയം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഖറഅത് എന്ന ഫിയൽ ആരാണ് ചെയ്തത്, ജദ്ദത്തു, അൽ ജദ്ദത്തു. എന്താ വായിച്ചത്, അൽ ജരീദത്ത. അകലൽ ഖിത്തു, പൂച്ച തിന്നു അല്ലേ. അകലൽ ഖിത്തു അസ്സമക, മത്സ്യത്തെ പൂച്ച തിന്നു. അകലൽ ഖിത്തു, പൂച്ച. ഖിത്തു എന്നുള്ളതാണ് ആണായതുകൊണ്ട് അക്കല എന്ന് പറഞ്ഞു. ഈ ഹിറത്താണ് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ അക്കലത്ത് എന്ന് വരും. കാരണം അൽ ഹിറത്തു എന്നുള്ളത് എന്താണ്, പൂച്ചക്ക് എന്താ ചെയ്യുക, ഖിത്തു എന്നും പറയും, പിന്നെ അൽ ഹിറത്തു എന്ന് വരും. അകലൽ ഖിത്തു അല്ലേ, ഖാഫ് ഖോ ആണ്. മറ്റത് അകലത്തിൽ ഹിറത്തു, കാരണം അൽ ഹിറത്തു എന്നുള്ള എന്താണ്, ഹാത്ത ആണ്, അപ്പോൾ പെണ്ണാണ്. അപ്പോൾ അകലത്ത് എന്ന് ഉപയോഗിച്ചു. അകലത്തിൽ ഹിറത്തു അസ്സമക. അപ്പോൾ ഇവിടെ എന്താണ്, അകല അല്ലെങ്കിൽ അകലത്ത്, ഇതാണ് ഫിയല്. പൂച്ചയാണ് ഫായില്, പൂച്ചാന്ന് എഴുതിക്കരുത്, ഖിത്തു അല്ലേ, അല്ലെങ്കിൽ ഹിറത്തു. അസ്സമക എന്നുള്ള മഫ്ഊലാണ്. മനസ്സിലായില്ലേ, ഏത് വന്നാലും എഴുതാൻ കിട്ടണം. ഫിയലിന്റെ കൂടെ മഅറൂഫായ ഫീലാണെങ്കിൽ അകല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖതല കൊന്നു, ഖുതില കൊല്ലപ്പെട്ടു, ഖുതിലൽ ഫഅറു എലി കൊല്ലപ്പെട്ടു അല്ലേ. എലി കൊന്ന് പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചത്തെടുക്കുന്നുണ്ട്, അതിന് ആരാ കൊന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എന്താണ് പിന്നെ ഖുതിലൽ ഫഅറു എലി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത്. ചെയ്ത ആളെ നമുക്ക് അറിയുമെങ്കിൽ അപ്പം എന്ത് ചെയ്യും, ഖതലൽ ഹിറത്തു അല്ലെങ്കിൽ പിന്നെ ഖതലൽ ഖിത്തു അല്ലേ. ഹിറത്തു എന്നാകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ ഒരു പദം എന്താണ്, ശരിക്കും എന്താണ്, സ്ത്രീലിംഗാണ്. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ ഖതലൽ ഖിത്തു അൽ ഫഅറ ഉദാഹരണം പറഞ്ഞതാണ്. ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, എഴുതാൻ കിട്ടണം. ഇനി അടുത്തത് നുമയ്യിസുൽ മുബ്തദ വൽ ഖബറ. മുബ്തദയും ഖബറും വേർതിരിക്കാനുള്ളതാണ്. മുബ്തദ എന്താണെന്നുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞു, തുടക്കം അല്ലേ, തുടക്കം വരുന്ന ഇസ്മിനാണ് മുബ്തദ എന്ന് പറയാം. ശേഷമുള്ളത് ഖബറായിരിക്കും, ശേഷമുള്ള ഇസ്മിന് ഖബറായിരിക്കും. അപ്പോൾ തുടക്കത്തിലുള്ള ഒരു സംഗതി, അതൊരു ഇസ്മ അല്ലേ, ഒരു പേര്, അതിനെ മുബ്തദ എന്ന് പറയും. പിന്നെ ഹർഫുകൾ വരും. ഇപ്പം ഇന്ന, അന്ന, കന്നലാക്കി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അത് ഹർഫുകളാണ്. അപ്പോൾ അതിൻ്റെ ശേഷമുള്ളതാണ് മുബ്തദ. അപ്പോൾ ഇന്നക്ക് ശേഷമുള്ളത്, ഇന്നുണ്ടെങ്കിൽ ഇന്നക്ക് ശേഷമുള്ളത്, അല്ലെങ്കിൽ പിന്നെ മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വരുന്ന മുബ്തദയാണ്, ശേഷമുള്ളത് ഖബറാണ്. തുടക്കത്തിലുള്ള മുബ്തദ, ശേഷമുള്ള ഖബർ. ഇവിടെ തന്നിട്ടുള്ളത് ഖബറും മുബ്തദ ഏതാനാണ്. അപ്പോൾ പേര് അങ്ങോട്ടോട്ട് മാറിയാൽ നമുക്ക് മാറാൻ പാടില്ല. തുടക്കത്തിലുള്ളത് മുബ്തദയാണ്. അപ്പോൾ ആ സഫീനത്തു ജാരിയത്തുൻ അൽ ഇൽമു നൂറുൻ,
കപ്പൽ സഞ്ചരിക്കുന്നതാണ്. അസ്സഫീനത്താണ് കപ്പൽ. മുബ്തദക്ക് എപ്പോഴും, മുബ്തദക്കും ഖബർക്കും എപ്പോഴും എന്തായിരിക്കും? ലൊമ്മായിരിക്കും. അസ്സഫീനത്തു ജാരിയത്തുൻ, ലൊമ്മല്ലേ? അപ്പോൾ അസ്സഫീനത്ത് എന്നുള്ള മുബ്തദയാണ്. അപ്പോൾ മുബ്തദാന്റെ കോളത്തിലാണ് കൊടുക്കേണ്ടത്. ഇനി ചിലപ്പോൾ തിരിച്ചു വരും, മുബ്തദ ആദ്യം തരും, ഖബർ ശേഷം തരും. എങ്ങനെ തന്നാലും നമുക്ക് മാറാൻ പാടില്ല. അസ്സഫീനത്ത് തുടക്കം മുബ്തദയാണ്, ജാരിയത്തുൻ ഖബറാണ്, ഖബറിന്റെ കോളത്തിൽ. അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്, അല്ലേ? ഇൽമു എന്നുള്ളത് മുബ്തദയാണ്, മുബ്തദാന്റെ കോളത്തിൽ. നൂർ എന്നുള്ളത് പിന്നെ ഖബറിന്റെ കോളത്തിൽ. സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് എന്നുള്ളത് മുബ്തദ, ഖായിം എന്നുള്ളത് ഖബർ. മുഹമ്മദുൻ ദാരിസുൻ, മുഹമ്മദ് ആരാണ്? ദാരിസാണ്. മുഹമ്മദ് എന്നുള്ള മുബ്തദ, മറ്റേ ഖബർ. ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ കിട്ടണം. അതിനുള്ള വിഷയമാണ് പറയുന്നത്. എളുപ്പമുള്ളതാണ് മഅറൂഫ് മജ്ഹൂൽ. ഫഅല എന്ന അല്ലേ മാളിയുടെ മഅറൂഫാണ്. അതിന് മജ്ഹൂലാക്കൽ എങ്ങനെ? ആയത്തിന് ലൊമ്മും അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കുക. ഫഅല എന്നതിൻ്റെ ആദ്യത്തിന് ലൊമ്മ് കൊടുക്കുക, ആദ്യത്തെ അക്ഷരത്തിന് ഫു എന്ന് കൊടുക്കുക. അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് ഐന് കസ്ർ കൊടുക്കുക. ഫുഇല, അല്ലേ? ഫുഇല എങ്ങനെ? ഇനി ഫഅലാക്ക പിന്നെ മഅറൂഫാക്കുക. ഫുഇല തന്നു, അതിന് മഅറൂഫാക്കൽ എങ്ങനെ? ഫഅല. സുജീന, സജന, അക്റമ, അക്റമ അത് മഅറൂഫാണ്. അതിന് മജ്ഹൂലാക്കൽ എങ്ങനെ? ഊക്ക്, ആയത്തിന് ലൊമ്മ കൊടുക്കുക. ഊക്ക് രീമ, അവസാനത്തെ മുമ്പുള്ളതിന് കസർ, റാനാണ്, റാന് കസർ കൊടുക്കുക. ഉക്കിരിമ, ഉക്കിരിമ എന്നതിന് അക്റമ. യുഫ്അലു, യുഫ്അലു ഇത് പിന്നെ മുളാരിയാണ്. മുളാരിന് എന്ത് ചെയ്യാം? ആദ്യത്തിന് ലൊമ്മ, അവസാനത്തെ മുമ്പുള്ളതിന് മജ്ഹൂൽ ഫത്ഹ ആയിരിക്കും. അപ്പം എങ്ങനെ വരിക? അവസാനത്തെ മുമ്പുള്ളത് അതിന് ഫത്ഹ ആയിരിക്കും. അപ്പം അതിന് ശരിക്കും വരിക അല്ലെങ്കിൽ യഫ്അലു. അതിൻ്റെ മഅറൂഫ് എങ്ങനെ വരാം? യഫ്അലു. യഫ്അലു എന്നതിനെ മജ്ഹൂലാക്കൽ എങ്ങനെ? ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക, യു. അവസാനത്തെ മുമ്പുള്ളതിന് പിന്നെ ഫത്ഹും കൊടുക്കുക. മാലിയിൽ കസ്ർ, മുളാരിയിൽ ഫത്ഹുമാണ് കൊടുക്കുക. അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ത് കൊടുക്കുക. യഫ്അലു എന്നതിന് യുഫ്അലു, യുഫ്അലു. യളിരിബു, യളിരിബു അതിന് ആദ്യത്തിന് ലൊമ്മ കൊടുക്കി, യു. അവസാനത്തെ മുമ്പുള്ളതിന് ഫത്ത് കൊടുക്കുക. യുളിറബു. മനസ്സിലാകണില്ലേ? എഴുതി പഠിക്കുക. യുൻസറു എന്നതിനെ മഅറൂഫാക്കൽ എങ്ങനെ? ആയത്തിന് ലൊമ്മാണല്ലോ, പിന്നെ മജ്ഹൂൽ ലൊമ്മായിരിക്കും. ലൊമ്മ മാറ്റിയിട്ട് ഫത്ത് കൊടുക്കണം. അപ്പം എങ്ങനെ? യൻസുറു, യൻസുറു. നസറ, നസറ എന്ന മാലിയാണ്. അതിനെ പിന്നെ മജ്ഹൂലാക്കണമെങ്കിൽ നുസീറ, അത് മാലിയാണ്. ഇനി മുളാരിയെ യൻസുറു, നസറ യൻസുറു, മുളാരി. യൻസുറു എന്നതിനെ മുളാരിയാക്കൽ എങ്ങനെ? യുൻസറു, യൻസുറു, യുൻസറു. നേരത്തെ പറഞ്ഞു പിന്നെ മുബ്തദയും ഖബർ. ഇന്ന അതിൻ്റെ ചങ്ങായിമാർ പറഞ്ഞല്ലോ, ഇന്ന അഖവാത്തു പറഞ്ഞല്ലോ, ഇന്നൻ്റെ അഖവാത്ത്. ഇന്ന ഒന്ന ഇന്നല്ലാഹ ഗഫൂറുൻ. സാധാരണ അല്ലാഹു ഗഫൂറുൻ എന്നാ വരിക. മുബ്തദക്ക് ഖബർ, അല്ല മുബ്തദയും ഖബർ എങ്ങനെ വരിക? അല്ലാഹു ഗഫൂറുൻ. തുടക്കത്തിൽ ലൊമ്മ, പിന്നെ ഖബറിന് ലൊമ്മായിരിക്കും. അല്ലാഹു ഗഫൂറുൻ. എന്നാൽ ഇന്നയും ഇന്നൻ്റെ ചങ്ങായിമാരും വന്നാൽ എന്താ ചെയ്യുക? ഇന്ന ശേഷമുള്ള മുബ്തദാക്ക്, മുബ്തദ തന്നെയാണ്, പക്ഷേ ഇന്ന വന്നാൽ ശേഷമുള്ളതിന് ഫത്ഹാണ് ചെയ്യുക മുബ്തദാക്ക്. ഖബറിന് ലൊമ്മും. അപ്പം ഇങ്ങനെ ഇന്നല്ലാഹ ഗഫൂറുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. ഇവിടെ തന്ന ഉദാഹരണം കഅന്ന അൽ ഖമറ ഖമറു മിസ്ബാഹുൻ. ഇവിടെ കഅന്നൽ ഖമറ മിസ്ബാഹുൻ. കഅന്ന ഇന്ന വന്നാൽ ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല അങ്ങനെ തുടങ്ങിയ പദങ്ങളുണ്ടല്ലോ. ഈ പദങ്ങൾ ശേഷമുള്ളതിന് പിന്നെ ഫത്ഹും അതിന് ശേഷമുള്ളതിന് പിന്നെ ലൊമ്മുമായാണ് വരിക. റഫ്അ്, നെസ്ബ്, റഫ്അ് എന്ന് പറയാം. ഇനി വേണ്ട, നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഫത്ഹ് ശേഷമുള്ളത് ലൊമ്മ്. അപ്പം കഅന്നൽ ഖമറ മിസ്ബാഹുൻ. മനസ്സിലായില്ലേ? ഇന്നല്ലാഹ ഗഫൂറുൻ. നേരത്തെ പറഞ്ഞു അൽ ഇൽമു നൂറുൻ എന്നുള്ളതാണ്. അൽ ഇൽമു നൂറുൻ, അല്ലേ? അപ്പോൾ അതിന് പിന്നെ കൂടെ ഇന്ന വന്നാൽ എങ്ങനെ പറയാം? ഇന്നൽ ഇൽമ നൂറുൻ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്ന് ഇന്ന മറക്കാൻ പാടില്ല. ഇന്നയും ഇന്നൻ്റെതൊക്കെ മുഴുവനും എല്ലാം ഒരുപോലെ വരിക. ഇന്നക്ക് ശേഷമുള്ള മുബ്തദ, മുബ്തദക്ക് ഫത്ഹാണ് വരിക. അതിന് ശേഷമുള്ള ഖബറിന്
ലൊമ്മുമാണ് വരിക, റഫ് ആണ് വരിക. ഇനി ഷാക്കിർ വിദ്യാർത്ഥിയാണ്. നേരത്തെ പറഞ്ഞു മുഹമ്മദുൻ ദാരിസുൻ, വളരെ എളുപ്പമാണ്. ഷാക്കിറുൻ ദാരിസുൻ. ഇനി വേറെ ആളെ പേര് പറഞ്ഞാലും ഇനി ഫാത്തിമയാണ് വന്നെങ്കിലോ ഫാത്തിമ ദാരിസത്തുൻ, പെണ്ണായതുകൊണ്ട് ദാരിസത്തുൻ എന്ന് വേണം. ഇവിടെ ഷാക്കിർ ആയതുകൊണ്ട് പിന്നെ ഷാക്കിറത്തുൻ എന്നാണെങ്കിലോ ഷാക്കിറത്തുൻ ദാരിസത്തുൻ. പൂച്ച മീൻ തിന്നു, നേരത്തെ പറഞ്ഞു. അക്കലൽ ഖിത്തു, അക്കലൽ ഖിത്തു, അക്കല ഫിഅല്, ഖിത്തു ഫാഇൽ. ആരായിരുന്നു? മീൻ അസ്സമക. ഓക്കെ അല്ലേ? ഇനി നോക്കി എട്ടാമത്തത് നുതർജിമു. അർത്ഥം ഏതാണ്? അശ്ശുർത്തിയു മുറാഫിഖുൻ ലിസ്സുവാരി വത്തുജാർ. ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ, മുറാഫിഖുൻ നിരീക്ഷിക്കുന്നവനാണ്, ലിസ്സുവാരി വിസിറ്റേഴ്സിനെ സന്ദർശകരെ, വത്തുജാർ കച്ചവടക്കാരെയും. പോലീസ് സന്ദർശകരെയും കച്ചവടക്കാരെയും നിരീക്ഷിക്കുന്നവനാണ്. അശ്ശുർത്തിയു മുറാഫിഖുൻ അല്ലേ? ഇവിടെ എന്താണ് മുബ്തദ ഖബർ? അശ്ശുർത്തിയു മുറാഫിഖുൻ. ഷുർത്തി എന്നുള്ള മുബ്തയാണ്, പിന്നെ മുറാഫിഖ് എന്നുള്ളത് ഖബറാണ്. അവിടെ ഇന്ന ഷുർത്തിയ മുറാഫിഖുൻ എന്നാവും. മനസ്സിലായില്ലേ? ഇന്നല്ലാഹ ഗഫൂറുൻ റഹീമുൻ. ഗഫൂർ എന്നുള്ളത് മുബ്തദ പിന്നെ ഖബർ അല്ലേ? അല്ലാഹു ഗഫൂറുൻ റഹീം എന്നുള്ളതാണ്. അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ആരാണ്? ഗഫൂറാണ്, റഹീമുമാണ് അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഖബറാണ്. ഇവിടെ ഇന്നല്ലാഹ ഗഫൂറുൻ, തീർച്ചയായും. ഇന്ന വന്നാൽ എന്ത് ചെയ്യും? തീർച്ചയായും എന്നർത്ഥം വരും. ഇന്നല്ലാഹ ഗഫൂറുൻ, തീർച്ചയായും, നിശ്ചയം അള്ളാഹു പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പുറത്തു തരുന്നവൻ, റഹീമൻ കരുണ ചെയ്യുന്നവൻ. ഇനി നെക്തുബുൽ മഅന സലാസത്തുൻ, ചോദ്യം നോക്കണം. സലാസത്തുൻ മൂന്നെണ്ണത്തിന് എന്ത് ചെയ്യാമേ? പിന്നെ അർത്ഥം എഴുതിയാമേ. ഖാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്മാവൻ അല്ലേ? ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, മാതൃ സഹോദരി, മാതൃ സഹോദരൻ, ഉമ്മയുടെ സഹോദരൻ. ഖാൽ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരൻ, ഉമ്മയുടെ സഹോദരൻ അല്ലേ? ചില നാട്ടില് പിന്നെ കാർഡോർത്തൊക്കെ പറയും. അപ്പൊ അമ്മാവൻ. റൗളത്തുൽ അത്ഫാൽ, നൈസറി അല്ലേ? സിബ്തുൻ, മക്കള്, ചെറുമക്കൾ എന്നൊക്കെ പറയും. ഹിന്ന ഉൻ, മൈലാഞ്ചി. ഏത് വന്നാലും മൂന്നെണ്ണത്തിന് എഴുതി കൊടുത്താൽ മതി. നുക്കവ്വിനു ജുംലത്തൈനി, രണ്ട് ജുംല ഉണ്ടാക്കുക. ബിസ്തിഅമാലിൽ കലിമാത്തി മിനദ് ദാഇറ, ആ റൗണ്ടിലുള്ള കലിമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ട് ജുംല ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു മുബ്ത എപ്പോഴും ലൊമ്മായിരിക്കും അല്ലേ? ഇതിന് പറ്റിയ എന്താണ്? അൽ ബൈത്തു, അൽ ബൈത്തു വീട്. സഗീറുൻ, അൽ ബൈത്തു ജമീലത്തുൻ എന്ന് പറ്റുമോ? പറ്റൂല. അൽ ബൈത്തു എന്നുള്ള ആണാണെങ്കിൽ ശേഷമുള്ളത് പെണ്ണായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആണാണെങ്കിൽ ശേഷമുള്ളത് ആണായിരിക്കണം. അൽ ബൈത്തു സഗീറുൻ, ചെറുതാണ്, വീട് ചെറുതാണ്. അൽ ഹദീഖത്തു, പൂന്തോട്ടം. സഗീർ എന്ന് പറ്റുമോ? പറ്റൂല. സഗീറത്തുന്നാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? അൽ ബൈത്തു ജമീലുൻ എന്നാണെങ്കിലും കുഴപ്പമില്ല. ശേഷമുള്ള ജമീലത്തുൻ എന്ന പദേ ഉള്ളൂ. നമ്മളെ വക ഉണ്ടാക്കി കൊടുക്കണ്ട. ബോക്സിലുള്ളത് കൊണ്ട് എഴുതാൻ പറഞ്ഞല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? ബോക്സിലുള്ളത് അൽ ബൈത്തു, അതിന് യോജിച്ച് സഗീർ എന്നാണ്. അൽ ഹദീഖത്തു പൂന്തോട്ടം, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. അൽ ഹദീഖത്തു ജമീലത്തുൻ. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്ന് എഴുതി കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ അറിയിച്ചാൽ മതി, ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനലിൻ്റെ പേര് മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. മുതിർന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ട് ഖുർആൻ പാരായണമൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതായാലും ലൈക്ക് ചെയ്യണതിനിപ്പോൾ ഏതായാലും വെറുതെ പോവല്ലേ? പോണവരൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് പോയാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നല്ല ഉഷാറായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പരീക്ഷ എഴുതാനൊക്കെ ഉള്ള തൗഫീഖ്, ഉന്നത മാർക്ക് നേടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കാൻ മറക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്